Salam, Khubi, Chatori. Hope you all are having an adivuli day. Welcome back to our channel. നമ്മുടെ വിസ വീഡിയോ ഒരുപാട് പേര് കണ്ടു. സോ ഹാപ്പി. ഞാൻ ആക്ച്വലി അത്രയും വ്യൂസ് പ്രതീക്ഷിച്ചില്ല, കാരണം ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ അല്ല. അപ്പം ബ്ലോഗ്സിന് കിട്ടുന്ന ആ ഒരു ഇൻട്രസ്റ്റ് അതിനുണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പം ഇത്രയും പേർക്ക് ഇറാനിൽ പോകാൻ അല്ലെങ്കിൽ ഇറാനിലേക്ക് എങ്ങനെ പോകാൻ പറ്റും എന്നൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇന്നത്തെ വീഡിയോയും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ഇറാനിൽ പോയി കഴിഞ്ഞാൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ, തിങ്സ് യു ഷുഡ് നോട്ട് ഡു ഇൻ ഇറാൻ. 10 കാര്യങ്ങൾ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പിന്നെ അതിനു മുമ്പായിട്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ സലാം ഹുബി പറഞ്ഞു വാങ്ങുന്നതിന്റെ കാര്യം ഇറാൻ വീഡിയോ അല്ലേ, ഇറാനിലെത്തി ഒരു ഫീൽ ആയിക്കോട്ടെ, ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് പോയിന്റ് ഐ തിങ്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മൾ പല വീഡിയോസിലും അവരുടെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്ത്രീകൾക്ക് പുറത്തു പോകുമ്പം ഹിജാബ് ധരിച്ചിട്ട് പോകണം. യു ഷുഡ് നോട്ട് ഗോ ഔട്ട് വിത്തൗട്ട് വിയറിങ് എ ഹിജാബ്, സ്കാർഫ് ഒക്കെ അത് പോകുന്നത് അവിടുത്തെ റൂളിനെതിരാണ്. ഇറ്റ്സ് ആക്ച്വലി ഒരു റൂൾ. കാരണം ഞാൻ അവിടുത്തെ ഒരു ലോക്കലിനെ മീറ്റ് ചെയ്തപ്പം നമുക്ക് കൗച്ച് സർഫിംഗിൽ മീറ്റ് ചെയ്ത ഒരു ലോക്കൽ ഒരു സ്ത്രീ, അപ്പം അവർ പറഞ്ഞിരുന്നു അവരൊരിക്കലും കാർ ഡ്രൈവ് ചെയ്തപ്പോൾ പോലീസ് കൈ കാണിച്ച് നിർത്തിട്ട് വാൺ ചെയ്തായിരുന്നു സ്കാർഫ് ഇടണമെന്ന് പറഞ്ഞിട്ട്. സ്കാർഫ് ഇല്ലാതെ താഴെ പോയതായിരുന്നു. അപ്പം അവിടുത്തെ റൂൾ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ്. ഈവൻ ടൂറിസ്റ്റുകൾ അവിടെ പോയി കഴിഞ്ഞാലും സ്കാർഫ് നിർബന്ധമായിട്ടും ഇട്ടിരിക്കണം. അതാണ് ഫസ്റ്റ് തിങ് അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. സെക്കൻഡ് തിങ്, ഇത് ആക്ച്വലി കേൾക്കുമ്പോൾ ഫണ്ണി ആയിട്ട് തോന്നുമായിരിക്കും. ഞാനിത് ആദ്യം കേട്ടപ്പോൾ എനിക്കും ചിരി വന്നു. പക്ഷേ സംഭവം വളരെ സ്ട്രിക്റ്റ് ആണ്. ഷോർട്സ് അവിടെ ഇടാൻ പറ്റത്തില്ല. ചിരി വരുന്നുള്ളതായിരിക്കും കേൾക്കുമ്പോൾ, പക്ഷേ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഹെഡ് കവർ ചെയ്യണമെന്ന് പറയുന്ന പോലെ തന്നെ പുരുഷന്മാർക്കും ബേസിക്കലി നീസിന് താഴോട്ട് കാണിക്കരുത്, മുട്ടിന് താഴോട്ട് കാണിക്കരുത് എന്നുള്ളതാണ്. ഐ തിങ്ക് ടീഷർട്ട് ഓക്കെയാണ്, അങ്ങനെ പ്രശ്നമില്ല. എന്നാലും ഷോൾഡേഴ്സ് ഒന്നും പുറത്ത് കാണിക്കരുത് എന്നുള്ള രീതിയിലാണ്. സംഭവം കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബദ്രബാസിലല്ലേ ആദ്യം നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ സാൻഡ്രോ ഒരു ദിവസം പറയും എനിക്ക് സഹിക്കാൻ പോയി, എനിക്ക് ഇവിടുത്തെ ചൂട് സഹിക്കാൻ പോയി, ഞാൻ ഷോർട്സ് ഇടാൻ പോകുമെന്ന് പറഞ്ഞ് ഒരു ദിവസം അവൻ ഷോർട്സ് ആണ് കേട്ടോ. പക്ഷെ ഞാനപ്പോൾ അവരുടെ രാവിലെ ചോദിച്ചു, സാൻഡ്രോ ഹൗ ഡേ യു, നീ ഇവിടുത്തെ കൾച്ചറിനെ ഇങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നൊക്കെ ചുമ്മാ തമാശയ്ക്ക് ചോദിച്ചു. അപ്പം പക്ഷെ അവൻ്റെ ആ ഷോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ ആ വീഡിയോ കാണിക്കും. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിന് താഴെയായിട്ടായിരുന്നു. അപ്പം അത്ര കുഴപ്പമില്ല. ആരും അങ്ങനെ ഒരു സ്റ്റെയർ ചെയ്യുകയോ നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത് ഞങ്ങളുടെ കൺട്രി വന്നിട്ട് അങ്ങനെയൊന്നും ആരും പറഞ്ഞില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാന്നുള്ളൂ. അവൻ മുട്ടിന് താഴെ കവർ ചെയ്തിട്ടുള്ളൊരു ഷോർട്സ് ആയിരുന്നു, കുഴപ്പമില്ല. അത് മാത്രമല്ല ടെഹ്റാനിൽ വെച്ചും നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ തൊട്ട് താഴെയാണ് കട. അപ്പോൾ അവിടം വരെ ഇറങ്ങിപ്പോകാൻ വേണ്ടി ഷോർട്സ് ഇട്ടോണ്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ അന്ന് ആ വീഡിയോയ്ക്ക് തമാശക്കായിട്ട് പറഞ്ഞായിരുന്നു ഈ വീഡിയോ വൈറലാക്കിയിട്ട് തന്നെ ഞാൻ ജയിലിൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതും നമ്മൾ ഇറാനിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഷോർട്സ് ഇട്ടുകൊണ്ട് പുറത്തൂടെ നടക്കരുതെന്നാണ് ഇറാനിലെ റൂള്. അതെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു നടക്കുന്നുണ്ടോ? Sandro, why you disrespect the culture of this country? Can you please answer me? This video will go viral for sure, and you will be in jail. Huh? 5 minutes with shorts. Adivoli pere. Yeah, what happened to Sandro? Is Sandro in jail? Third thing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ ചിരി വരും. പൊതുസ്ഥലങ്ങളിൽ പബ്ലിക് പ്ലേസിൽ നമ്മുടെ നോസ് ക്ലിയർ ചെയ്യാൻ പാടില്ല, മൂക്ക് ചീറ്റാൻ പാടില്ല. ഇതെനിക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വളരെ വൈകി ഇറങ്ങാൻ നേരമാണ് ഒരു ലോക്കൽ പറഞ്ഞ് ഇറങ്ങുന്നത്. അതും വളരെ ഫണ്ണി ആയിട്ട് തോന്നുന്നു. പക്ഷേ ആക്ച്വലി ഫണ്ണി അല്ല. പൊതുസ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള രീതിയാണ് അവിടെ. അതൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ മുറുക്കെ കിടന്ന് അലറിക്കൂടിയുള്ള ചിരി പബ്ലിക് സ്പേസിൽ, അതും അവിടെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അതാണ് മൂന്നാമത്തെ കാര്യം. ഫോർത്ത് തിങ്, ഞാൻ നമ്മുടെ ഒരു വ്ളോഗിനകത്ത് പറഞ്ഞിരുന്നു, എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. നമ്മൾ മറ്റു രാജ്യങ്ങളിൽ എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ പോലും ഹിച്ച് ഹൈക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കൈ കാണിക്കത്തില്ലേ, ഒരു റൈഡിന് വേണ്ടി ഇങ്ങനെ കൈ കാണിക്കില്ല. പക്ഷെ ഇറാനിലെ ഇറാനിലെ തംസപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു തെറി പോലെയാണ്. ഞാൻ വ്ളോഗിനകത്ത് പറഞ്ഞായിരുന്നു. അവിടെ അതൊരു മിഡിൽ ഫിംഗർ കാണിക്കുന്നതിൻ്റെ ഒരു സിമിലർ സംഭവമാണ്. അപ്പം തംസപ്പ് അവിടെ ഒഴിവാക്കുന്നതാണ് നല്ലത്. നമ്മൾ ഫോറിനേഴ്സ് ആയതുകൊണ്ട് നമ്മൾ എന്താണ് തംസപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലൈക്ക് ഹിച്ച് ഹൈക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ വെരി ഗുഡ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് അറിയാം. പക്ഷെ എന്നാൽ പോലും അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത്. ഞങ്ങൾക്ക് മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ചില സമയത്തൊക്കെ അറിയാതെ ഇങ്ങനെ നമ്മൾ കാണിച്ചു പോകും, പക്ഷെ ദേ നോ ഇറ്റ്. അപ്പം ഹിച്ച് ഹൈക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ചെയ്യുക, ലൈക്ക് വണ്ടി നിർത്താമോ എന്നുള്ള രീതിയിൽ, സ്ലോ ഡൗൺ എന്നുള്ള രീതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ ബെറ്റർ. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നെവർ സേ നോ ടു താരൂഫ്. താരൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. അത് ഇറാനിയൻ കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. ഫോർ എക്സാമ്പിൾ അത് നമ്മുടെ വീഡിയോസിൽ എവിടെയൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. താരൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം അവിടുത്തെ ഒരു ലോക്കൽ ഫ്രണ്ടിൻ്റെ കൂടെ നമ്മൾ കടയിൽ കഴിക്കാൻ പോയി. ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേനും അവൻ പേ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ നോ ഞാൻ കൊടുക്കാൻ എന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കത്തില്ല. അപ്പം ഇത് ആക്ച്വലി അവരുടെ ഒരു പൊളൈറ്റ്നെസിന്റെ, അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്.
നമ്മളെ അതിഥിയായിട്ട് കണ്ടിട്ട് നമ്മുടെ പൈസയും കൂടെ അവർ പേ ചെയ്യുക എന്നുള്ളത് അത് താരൂഫിന്റെ ഭാഗമാണ്. അപ്പൊ ചിലരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളെ എന്താ പറയുക ഒരു അതിഥിയായിട്ട് ഗസ്റ്റ് ആയിട്ട് കണ്ടിട്ട് വളരെ സ്നേഹത്തോടെ കൊടുക്കുന്നതാണ്. നമ്മൾ ആ സമയത്ത് തന്നെ പറയും നോ ഇറ്റ്സ് ഓക്കെ, നീ കൊടുക്കണ്ട ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാന്ന് പറയുക, നമ്മൾ നിർബന്ധിക്കുക. അങ്ങനെ ഒരു സെക്കൻഡ് ടൈം നിർബന്ധിച്ചിട്ട് സമ്മതിക്കുന്നില്ലെങ്കിൽ തേർഡ് ടൈം നിർബന്ധിക്കുമ്പം ഓക്കെ നീ കൊടുത്തോളാൻ പറയുകയാണെങ്കിൽ ഈസ് ഓക്കെ, നമ്മൾ പേ ചെയ്യുന്നില്ല, അപ്പൊ നമ്മൾ പേ ചെയ്യുക. അല്ലാതെ നമ്മൾ പിന്നെയും നിർബന്ധിച്ചുകൊണ്ടിരിക്കരുത്. അത് അവരെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പം അത് ഒഴിവാക്കുക. അവര് വളരെ ആത്മാർത്ഥമായിട്ട് കൊടുക്കാനുള്ള ആഗ്രഹത്തിൽ പറയുന്നതാണെങ്കിൽ അവരത് കൊടുക്കാൻ സമ്മതിക്കുക. പിന്നെ നമ്മളും ഷെയർ ചെയ്യുക. എപ്പോഴും ഈ താരൂഫ് ഉണ്ടെന്ന് പറഞ്ഞ് എപ്പോഴും അവരെ കൊണ്ട് കൊടുപ്പിക്കരുത്. നമ്മളും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതവിടുത്തെ ഒരു കാര്യമാണ് താരൂഫ്. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ നോ ഇറ്റ്സ് ഓക്കെ ഞാൻ കൊടുക്കാം, നോ ഇറ്റ്സ് ഓക്കെ നീ കൊടുക്കാം, ഞാൻ കൊടുക്കാം, നീ കൊടുക്കാം, ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. നമ്മുടെ പല വീഡിയോസിലും നിങ്ങൾ അത് കണ്ടിട്ടുണ്ടായിരിക്കും. അതാണ് ഒരു പോയിന്റ്. നെക്സ്റ്റ് തിങ് ഷെയ്ക്ക് ഹാൻഡിന്റെ കാര്യമാണ്. അപ്പം ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള വ്യക്തിയുമായിട്ട് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പാടില്ല. അതായത് ആണുങ്ങളും തമ്മിൽ മാത്രമേ ഷെയ്ക്ക് ഹാൻഡ്, അല്ലെങ്കിൽ സ്ത്രീകൾ തമ്മിൽ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാവുള്ളൂ എന്നുള്ളത് അവിടുത്തെ ഒരു രീതിയാണ്. അപ്പം പൊതുസ്ഥലങ്ങളിൽ വെച്ച് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള വ്യക്തിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് ഈസ് ആക്ച്വലി നോട്ട് എ ഗുഡ് തിങ്. പക്ഷെങ്കിൽ ഞാൻ സാൻഡ്രോയും പലർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഷിറാസിൽ വെച്ച് മീറ്റ് ചെയ്ത ഫ്രണ്ട്സിനെ കൊടുത്തായിരുന്നു. ഓൾസോ ഒരു ഫാമിലി നമ്മളെ അവരുടെ മിനി വാനിൽ ഹിച്ചാക്ക് ചെയ്ത് കൊണ്ടുവിട്ടത് ഓർമ്മയില്ല. അപ്പോൾ അവർ ഇറങ്ങാൻ നേരം ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ കൈ കൊടുത്തായിരുന്നു. പക്ഷേ ആ കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ആണ് അവർ, അല്ലെങ്കിൽ അത്രയും പരിചയമായി അത്രയും ക്ലോസ് ആയി എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ വളരെ സ്ട്രേഞ്ചറായിട്ടുള്ളൊരു വ്യക്തിയൊക്കെ കാണുമ്പോഴത്തേന് കൈ കൊടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. ലെസ് പോകാൻ നേരം ബൈ ബൈ ഖുദാഫീസ് അല്ലെങ്കിൽ ബൈ ബൈ എന്നൊക്കെ കാണിച്ചിട്ട് വിടുന്നതാണ് ബെറ്റർ. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ പറയേണ്ട വേറൊരു കാര്യമാണ് പബ്ലിക് അഫെക്ഷന്റെ കാര്യം. അവിടെ അങ്ങനെ പബ്ലിക്ലി അഫെക്ഷൻ കാണിക്കുന്നത് ആരും അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമല്ല. ലൈക്ക് കെട്ടിപ്പിടിക്കുകയോ ഉമ്മ കൊടുക്കുന്നോ ചെയ്യുന്നത്. ഇപ്പൊ ഷെയ്ക്ക് ഹാൻഡിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. അതും ആരും അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ലിസ്റ്റ് താഴെ പോയി ഞാൻ എടുത്തോട്ടെ. ഏഴാമത്തെ സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി അല്ലെങ്കിൽ ഡാൻസിങ്, പബ്ലിക് ഡാൻസിങ് എന്നൊക്കെ പറയുന്നത് അവിടെ ബാൻഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇല്ലീഗലാണ്. നടക്കത്തില്ല എന്ന് വിചാരിക്കരുത്, ഇല്ലീഗലാണ്. കാര്യം ഇത് നടക്കുന്നുണ്ട്. ഞാനും സാൻഡ്രോയും കൂടെ ഞങ്ങളൊരു കൗച്ച് സർഫിംഗ് ഹോസ്റ്റിന്റെ കൂടെ അവിടെ പോയായിരുന്നു. ഞങ്ങളവിടെ ഒരു കുറെ ടൈം സ്പെൻഡ് ചെയ്തു. ഞാൻ എൻ്റെ 1-2 വീഡിയോസ് എടുത്തു. അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു ബ്രോ വീഡിയോസ് ഒന്നും എടുക്കരുത്, അത് ഇന്റർനെറ്റിലൊന്നും അപ്ലോഡ് ചെയ്യരുത്. കാരണം ഇന്റർനെറ്റിൽ അത് അപ്ലോഡ് ചെയ്യുന്നത് പോലും ഒരു പ്രശ്നമാണ് അവിടെ. അപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു മെമ്മറിക്ക് വേണ്ടി വീഡിയോസ് എടുത്ത് വിട്ടു. നമ്മുടെ വ്ളോഗിനാസ് ഒന്നും ഇടുന്നില്ല. കാരണം അവർക്കും പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, നമുക്കും പണി ഉണ്ടാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ ഇത് ശ്രദ്ധിക്കുക. അടുത്ത കാര്യവും ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. 8ാമത്തെ കാര്യം ആൽക്കഹോൾ എന്ന് പറയുന്നത് അവിടെ ബാൻഡ് ആണ്. സോ ആ ഒരു ഉദ്ദേശത്തോടുകൂടി ആരും എന്തായാലും ഇറാനിലേക്ക് പോകുന്നില്ലെന്ന് അറിയാം. എന്നാലും ഒരു ടൂറിസ്റ്റ് എന്നുള്ള രീതിയിൽ പോകുമ്പോൾ പലരും ഇത് എക്സ്പെക്ട് ചെയ്യുമായിരിക്കും. പക്ഷെങ്കിൽ ഇതും അവിടെ കിട്ടത്തില്ല. നെക്സ്റ്റ് തിങ്, ഇതും കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് തോന്നും. ടാറ്റൂസ് ആർ ബാൻഡ് ഇൻ ഇറാൻ. ടാറ്റു, ശരീരത്തിൽ ടാറ്റു കുത്തുന്നത് അവിടെ ബാൻഡാണ്, ഇല്ലീഗലാണ്. എസ്പെഷ്യലി വളരെ എന്താ പറയുന്നത്, വളരെ വിയേർഡ് ആയിട്ടുള്ള ടാറ്റൂസ് ഒക്കെ നമുക്ക് വളരെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ശരീരത്തിന്റെ ഭാഗങ്ങളിലൊക്കെ ചെയ്യുന്നത് അവിടെ ഇല്ലീഗലാണ്. പക്ഷേ പാർട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഞാനും സാൻഡ്രോയും ഒരു കൗച്ച് സർഫിങ്ങിലൂടെ പരിചയപ്പെട്ട ഒരു വ്യക്തിയെ കാണാൻ പോയി. അപ്പം പോയെന്ന വഴിക്ക് ഇത് ഒരു അണ്ടർഗ്രൗണ്ടിലാണ്, ഒരു ബിൽഡിങ്ങിന്റെ താഴെയാണ്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേന് ഇവനൊരു ടാറ്റു ഷോപ്പാണ് അവിടെ നടത്തുന്നത്. കംപ്ലീറ്റ് സെറ്റപ്പ് ആയിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചത് ഇവിടെ ബാൻഡ് അല്ലേ, എങ്ങനെ ഈ പരിപാടി ചെയ്യുന്നത്? അവൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് എന്റെ ബിസിനസ് നടക്കുന്നത്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലൂടെ ആൾക്കാർ കോൺടാക്ട് ചെയ്യും, ഇന്ന ടൈമിൽ വരുന്നു, ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നു. പുറമേ കാണുമ്പോൾ അവിടെ ഒരു ടാറ്റു ഷോപ്പ് ഉള്ളതായിട്ട് കരുതില്ല. അപ്പം ഇതും ഇല്ലീഗലാണ്, പക്ഷേ ഇതും അവിടെ നടക്കുന്നുണ്ട്. ലാസ്റ്റ് തിങ് ആക്ച്വലി എന്താ പറയുന്നത്, അവിടെ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ ഡ്രൈവിംഗ്. എൻ്റെ അടുത്ത് ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു. ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ പോവാണ്, ഇങ്ങനെ അവിടെ ചെല്ലുകയാണെങ്കിൽ ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങളെ പറ്റി. അപ്പോൾ ഒരു ഫ്രണ്ട് പറഞ്ഞു ഡ്രൈവിങ്ങിന്റെ കാര്യം നീ ഡെഫിനറ്റ്ലി മെൻഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ ആൾക്കാർക്ക് വരുമ്പോഴത്തേനും അവർ വട്ടുപിടിച്ചു. പക്ഷേ അവിടുത്തെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസിയാണ്. ആൾക്കാർ എന്താ പറയുന്നത്, നമ്മുടെ ഇന്ത്യക്കാളിലും ഭേദമാണ്. അപ്പം ഞാനതാണ് പറഞ്ഞു വന്നത്. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വളരെ മോശമാണ്. ആൾക്കാർ ഒരു ബോധവും ഇല്ലാതെ വണ്ടി ഓടിക്കും. നമ്മുടെ പല ബ്ലോഗ്സിനകത്ത് നിങ്ങൾ ആക്സിഡന്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, വളരെ മൈനർ ആക്സിഡന്റ്. അപ്പം അത് ഡെഫിനറ്റ്ലി മെൻഷൻ ചെയ്യണമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു. പക്ഷെ ഞാൻ അപ്പം ആ സമയത്ത് അവിടെ ട്രാവൽ ചെയ്യുന്ന സമയത്തും സാൻഡ്രോ എപ്പോഴും പറയും ഇറാനിയൻ ഡ്രൈവിംഗ് ഇസ് വെരി ക്രേസി. അപ്പം ഞാൻ പറയും ഐ എം ഫ്രം ഇന്ത്യ, ഫോർ മീ ഇറ്റ്സ് നോർമൽ. ഞാൻ ഈ കാണുന്ന എനിക്ക് നോർമലായിട്ട് തോന്നുള്ളൂ. സാൻഡ്രോയ്ക്ക് സ്വിസ്സിലെ ഡ്രൈവിംഗ് കൾച്ചർ കണ്ടിട്ട് ഇത് കാണുമ്പോൾ അവനത് ഭയങ്കര ഭ്രാന്തമായിട്ടുള്ള വണ്ടി ഓടിയിട്ട് തോന്നും. പക്ഷെ നമുക്ക് വെരി നോർമൽ, നമ്മൾ ഇന്ത്യ എന്നല്ലേ വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഒരു ഫ്രണ്ട് ഈ പോയിന്റ് നീ ഡെഫിനറ്റ്ലി ആഡ് ചെയ്യണമെന്ന് പറയാൻ കാര്യം, അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ എങ്ങനെയാണ്, സീബ്ര ക്രോസിൽ കൂടെ പോലും ക്രോസ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ വണ്ടി നിർത്തിയില്ലെന്ന് വരും. അപ്പം നിന്റെ നാട്ടിൽ നിന്ന് വരുന്നവരോട് പ്രത്യേകം പറയണം, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിലെ കാര്യം ഇതിനേക്കാൾ കഷ്ടമാണ്. അപ്പം ഇതൊക്കെയാണ് ഇറാനെ പറ്റി പറയാനുള്ള 10 തിങ്സ് നോട്ട് ടു ഡു ഇൻ ഇറാൻ. അപ്പം ഇനി
ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇറാനിലേക്ക്. ഇതുപോലെ തന്നെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് അവിടെ പോകുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇതും ആക്ച്വലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതായത് നമുക്ക് തടികേടാവാതെ തിരിച്ചു വരാനായിട്ട് അവിടെ പോയിട്ട് ചെയ്താത്ത കുറച്ച് കാര്യങ്ങൾ, നെക്സ്റ്റ് തിങ് പോകുന്നതിന് മുമ്പ് പ്രിപ്പയർഡ് ആയിട്ട് പോകാനായിട്ട് അവിടുത്തെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സംഭവങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ ഡേ ആഫ്റ്റർ ടുമോറോ, കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു വ്ളോഗിനകത്ത് അപ്പോൾ നാളെ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഒരു കമന്റ് ആരും ഇട്ടിരുന്നു. ഇപ്പോൾ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തന്നെ പറയണേ, ഡേ ആഫ്റ്റർ ടുമോറോ മറ്റന്നാൾ വരട്ടിരുന്നു. അപ്പം എനിക്കറിയാം ആൾക്കാർക്ക് വീഡിയോസ് പെട്ടെന്ന് ഡെയിലി കാണണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കും ആക്ച്വലി ആഗ്രഹമുണ്ട് ഡെയിലി വീഡിയോസ് ഇടണമെന്ന്. പക്ഷെങ്കിൽ എഡിറ്റ് ചെയ്ത് തീർക്കാനായിട്ടുള്ള ഒരു സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഐ തിങ്ക് സ്ലോലി നമുക്ക് വീഡിയോസ് ഡെയിലി ആക്കാൻ ശ്രമിക്കാം. പിന്നെ സാൻഡ്രോയുടെ Q&A സോറി, അത് കുറച്ച് കഴിഞ്ഞേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സാൻഡ്രോ സേഫാണ്, ജോർജിയയിലാണ് പണിയുള്ളത്. അവൻ ഇതൊരു വീട്ടിലെത്തിയിട്ടില്ല. അപ്പം സാൻഡ്രോയുടെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അറിയാം. അത് നമുക്ക് വീഡിയോ സെറ്റ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. അപ്പം നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. ഹോപ്പ്ഫുള്ളി പറ്റുകയാണെങ്കിൽ ഞാൻ നാളെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഡേ ആഫ്റ്റർ ടുമോറോ. അപ്പം ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് എല്ലാവരെയും വീണ്ടും കാണാം.